പേടകം നമുക്ക് കാണാം. ആ റിക്കവറി ബോട്ടിലേക്ക് ആ പേടകം കയറിയിട്ടുണ്ട്. ഇനി ആളുകളെ എത്തിക്കുക, തിരിച്ചിറക്കുക തുടങ്ങിയ കാര്യമാണ് അതിൻ്റെ റിക്കവറി പ്രൊസീജിയറിൻ്റെ റിക്കവറി ഓപ്പറേഷൻ്റെ അവസാന ഘട്ടമാണ്. പേടകം അതിനെ നിശ്ചയിച്ചിരിക്കുന്ന ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ താഴ്ത്തി അവിടെ ഉറപ്പിക്കും. അതിനുശേഷം അവരെ പുറത്തെത്തിക്കാൻ സാധിക്കുക. എന്തായാലും വിജയകരമായി ഈ ദൗത്യം നാസ പൂർത്തീകരിച്ചു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. ഉന്മേഷ്, ബഹിരാകാശ ദൗത്യം അത് ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ചാണ് ഇപ്പോൾ ക്രൂ 11 പേടകം ഇപ്പോൾ ഭൂമിയിൽ ഇറങ്ങിയിരിക്കുന്നത്. കാലിഫോർണിയയ്ക്ക് സമീപം ശാന്തസമുദ്രത്തിലായിരുന്നു പേടകം ഇറങ്ങിയത്. പ്രതിസന്ധികളൊന്നും നേരിട്ടില്ല. എല്ലാം കൃത്യമായി തന്നെ മുൻ നിശ്ചയിച്ച പോലെ തന്നെയാണ് പേടകം ഭൂമിയിലേക്ക് എത്തുന്നത്. ശാന്തസമുദ്രത്തിലാണ് പേടകം ഇറങ്ങിയത്. പേടകം ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുകയാണ്. ആ പ്രത്യേക ദൗത്യസംഘം പേടകം വീണ്ടെടുത്ത് അത് ജലനൗകയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഓരോരോ ഘട്ടങ്ങളായി പൂർത്തിയാക്കേണ്ടതുണ്ട്. പേടകം തുറന്ന് 4 യാത്രികരുണ്ട്. അവരെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കും. ഇത്രയും നാൾ അവർ ബഹിരാകാശ നിലയത്തിലാണ് കഴിഞ്ഞത്. 165 ദിവസത്തോളം അവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയത് കൊണ്ട് തന്നെ അവർക്ക് ഭൂമിയുടെ ജീവിത സാഹചര്യങ്ങളുമായി ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇനിയും ഏർപ്പെടുത്തേണ്ടതുണ്ട്. ഒരു ബഹിരാകാശ യാത്രികന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ഈ ദൗത്യം നേരത്തെ അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു ദൗത്യം ഇടയ്ക്ക് വെച്ച് നിർത്തി മടങ്ങി വരേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ഇത് ആദ്യം എന്നാണ് ഇപ്പോൾ ശാസ്ത്രലോകം തന്നെ വ്യക്തമാക്കുന്നത്. പേടകം ഇപ്പോൾ കടലിലിറങ്ങിയ പേടകം ഇപ്പോൾ ആ ജലനൗകയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഘട്ടങ്ങളാണ് ഇനി പൂർത്തിയാക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. പ്രത്യേക സംഘമാണ് ഇപ്പോൾ അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. 4 ബഹിരാകാശ യാത്രികർ അവിടെ ഉണ്ട്, ആ പേടകത്തിലുണ്ട്. അവരെ ഇനി പുറത്തേക്ക് ഇറക്കുന്ന നടപടിയിലേക്ക് കടക്കുകയാണ് ആ ദൗത്യ സംഘമേവരും പ്രതീക്ഷിക്കുന്നത് അവരുടെ പുറത്തേക്കുള്ള വരവാണ്. ആരോഗ്യ പ്രശ്നങ്ങളുള്ള യാത്രികന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ ആ ദൗത്യ സംഘത്തിൽപ്പെട്ട ആളുകൾ പേടകത്തിന് സമീപത്തേക്ക് വരുന്നുണ്ട്. അവർ ആ പേടകം തുറക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് കടക്കുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. പേടകം തുറക്കാനുള്ള നീക്കത്തിലേക്ക് ദൗത്യസംഘം കടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.